സോ ഹലോ ഗൈസ്, ഇപ്പോൾ സമയം വെളുപ്പിന് 6:39 വെളുപ്പിനല്ല, രാവിലെ. നമ്മളിപ്പോൾ ബീഫ് മേടിക്കാൻ പോകണം ഗൈസ്. ബീഫൊക്കെ മേടിക്കും. ഞായറാഴ്ച ആണല്ലോ മലയാളികളുടെ ഇഷ്ടവിഭവം ഇറച്ചിയില്ലാതെ എന്ത് ഞായറാഴ്ച. നമ്മൾ നേരെ ഇതിലോട്ടാണ് ഗൈസ് പോകുന്നത്. നമുക്ക് കുറച്ച് ദൂരമുണ്ട്. നമ്മൾ അറക്കം നടത്താൻ മേടിക്കണം. അപ്പം മേടിച്ചിട്ട് കാണാം ഗൈസ്. ഞായറാഴ്ച ഒരു വേറെ പരിപാടിയുണ്ട്. അങ്ങനെ പിന്നീട് മേടിച്ചിട്ടുണ്ട്. ബീഫും കരളും പച്ചക്കറി എല്ലാ കൂപ്പും മേടിച്ചിട്ടുണ്ട്. ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞ ഷ്രിമ്പിന് തീറ്റ കൊടുത്തു. 4 കൊടുക്കത്തുള്ളൂ കേട്ടോ. ഓവർ ഫീഡ് ആകാൻ പറ്റില്ല ഒരിക്കലും. കാരണം ഓവർ ഫീഡായ സീനാണ്. കാരണം ഇത് അങ്ങനത്തെ ഒരു ഫീഡാണ്. നല്ല സാധനം കേട്ടോ, നല്ല. കാരണം ഷ്രിമ്പും കഴിക്കുന്നുണ്ട്. എനിക്കതുകൊണ്ട് സത്യം പറഞ്ഞിപ്പം മലബുറയിലെ പിന്നെ കാര്യത്തിൽ നല്ല ലാഭമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഒരു വൈറ്റ് ഗോൾഡും ഷോർട്ടായിട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു. അവന്മാരുടെ ഫീഡ്, ഏഞ്ചലിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഫീഡ്, എല്ലാത്തിനും ഫീഡ് കൊടുക്കണം കേസ്. ഫീഡ് കൊടുത്തില്ലെങ്കിൽ നമ്മളെ അറിയാമല്ലോ, എന്തോന്നു പ്രാർത്ഥിക്കണം. ഇത് മേയ്ക്കാൻ ചിലപ്പോൾ താമസിച്ചെടുക്കും കേസ്. കാരണം നമ്മൾ കറക്റ്റ് ബ്രീഡിംഗ് പെയറൊന്നും അല്ല നോക്കി മേടിച്ചത്. അതിൻ്റെ ഒരു സങ്കടവും ഉണ്ട്. എന്നാൽ സാരില്ല കേസ്. പണ്ടേ നമുക്ക് പിന്നെ ബാക്കിയുള്ള നമുക്ക് തീറ്റ കൊടുക്കാം. നമ്മുടെ മോൺസ്റ്റർ ടാങ്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഉറപ്പ് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. അതിന് നമുക്ക് നമ്മുടെ പെല്ലറ്റും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ പെല്ലറ്റിൻ്റെ തന്നെ ചെറിയ ഫീഡുണ്ട് കേട്ടോ. ഞാനതാ സത്യം പറഞ്ഞാൽ ഗോൾഡ് വിഷൻ എല്ലാം കൊടുക്കുന്നത്. പക്ഷേ നല്ല ഗ്രോത്തും കിട്ടുന്നുണ്ട് ഈ സാധനത്തിന്. ഗോൾഡ് വിഷൻ ഏഞ്ചലിനെല്ലാം കൊടുക്കുന്ന ഒരു തീറ്റയാണത്. ഇതാണ് തീറ്റ. കണ്ട, ഇത്രേ ഉള്ളൂ. വരാല് അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ ഗോൾഡ് ഫിഷ് അവിടെ കിടപ്പുണ്ട്. പൊക്കം വഴി എവിടെ നോക്കിയാൽ കാണാമായിരിക്കണം നിങ്ങൾക്ക്. എനിക്ക് കാണാം. കണ്ട, പിന്നത്തെ പരിടി ഇതൊക്കെ ഉള്ളു. ഇനി നിങ്ങൾക്കും കൊണ്ടും തീറ്റ കൊടുക്കുക. കണ്ട, പറഞ്ഞില്ല വരാല് കണ്ട വന്ന് പോയി. അപ്പോൾ നാളെ കാണാം.